അധികാരമേറ്റതിന് പിന്നാലെ നിർണായക തീരുമാനങ്ങളുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മാഫിയെ നിയന്ത്രിക്കാൻ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതിക്ക് രൂപം നൽകിയതായി മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോലീസ് സ്റ്റേഷൻ ജനസേവന കേന്ദ്രങ്ങളാക്കുമെന്നും ലഹരി മാഫിയയുടെ വേരറുക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിശദമായ പ്രൊജക്ട് തയ്യാറാക്കുമെന്നും മറ്റ് സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുമായി ബന്ധപ്പെടുമെന്നും കെമിക്കൽ, ലഹരി, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയുടെ വിപണി അവസാനിപ്പിക്കുമെന്നും സ്കൂളിന്റെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്നിൻ്റെ പ്രചരണം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലുമുള്ള കുട്ടികളെയാണ് അവർ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളിലും സമൂലമാറ്റം കൊണ്ടുവരും. പോലീസ് സ്റ്റേഷനുകളിൽ കൃത്യമായി പരാതികൾ കേൾക്കുമെന്നും പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഡിസ്പോസ് ചെയ്യുമെന്നും സ്റ്റേഷനുകളിൽ വരുന്നവരെ കുറ്റവാളികളായി കാണില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പരാതിക്കാരെ പൂർണ്ണമായും കേൾക്കുമെന്നും പോലീസ് സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്റ്റേഷൻ ചുമതല SI-മാർക്ക് നൽകുന്നതിൽ പഠനം നടത്തും. പോലീസ് ആസ്ഥാനത്തെ ADGPക്ക് പഠന ചുമതല നൽകും. റിപ്പോർട്ട് ലഭിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.